ഇന്ന് തൃശ്ശൂർ പുലികൾക്ക് സ്വന്തമാകും. ഓണാഘോഷത്തിന് സമാപനമായി നാലോണം നാളിലാണ് തൃശ്ശൂരിൽ പുലിക്കളി അരങ്ങേറുക. സ്വദേശികളും വിദേശികളുമായിട്ട് 10,000 തൃശ്ശൂരിലെത്തും ഈ പുലിക്കളി കാണാൻ. തൃശ്ശൂരിലെ പുലിക്കളി എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവം തന്നെയാണ്. തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ ഇത്രയധികം ആളുകൾ പങ്കെടുക്കുന്ന മറ്റൊരു കലാപരിപാടി തൃശ്ശൂരിലില്ല. വിവിധ ദേശങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന പുലികൾക്കൊപ്പം ജനാരവും സഞ്ചരിക്കുന്ന കാഴ്ച അത്യപൂർവമാണ്. 7 ദേശങ്ങളിൽ നിന്നായി പുലിക്കളി സംഘങ്ങളിലെ 300-ലേറെ പുലികൾ ഇന്ന് തൃശ്ശൂർ നഗരം കൈയടക്കും. വൈകുന്നേരം 5 മണിക്ക് സ്വരാജ് റൗണ്ടിൽ നായ്ക്കനാൽ ജംഗ്ഷനിൽ പാട്ടുരായ്ക്കൽ ദേശത്തിൻ്റെ വരവോടെയാണ് പുലിക്കളിക്ക് തുടക്കമാകുക. ഇത് യഥാർത്ഥത്തിൽ പുലിക്കളിയുടെ എല്ലാ ദൃശ്യങ്ങളും പ്രേക്ഷകരിലേക്ക് അർഹിക്കുന്ന ഗൗരവത്തോടെ പ്രാധാന്യത്തോടെ സന്നിവേശിപ്പിക്കാൻ നമ്മുടെ വാർത്താ സംഘം അതിവിപുലമായ കവറേജ് ഉറപ്പുവരുത്തി ഇപ്പോൾ തൃശ്ശൂരിലുണ്ട്. 4 പുലിസ് സംഘമാണ് 24 നിന്ന് അവിടെ എത്തിയിരിക്കുന്നത്. നിഖിൽ പ്രമേഷ് നമുക്കൊപ്പം ചേരുകയാണ്. ശങ്കരൻകുളങ്ങര, നിങ്ങൾക്കറിയാം തൃശ്ശൂർ കാനാട്ടുകരയ്ക്കടുത്തുള്ള ശങ്കരൻകുളങ്ങര ക്ഷേത്രത്തിന് സമീപത്ത് നിന്ന് നമുക്കൊപ്പം നിഖിൽ പ്രമേഷ് ചേരുന്നു. നിഖിൽ, ഗുഡ് മോർണിംഗ്. ഈ ശങ്കരൻകുളങ്ങരയൊക്കെ എനിക്ക് വളരെ പ്രിയപ്പെട്ട സ്ഥലമാണ്. കാരണം ഞാൻ ഈ കേരളവർമ്മ കോളേജിൽ പഠിപ്പിക്കുമ്പോൾ വൈകിട്ട് നടക്കാനിറങ്ങുന്ന സ്ഥലമായിരുന്നു ശങ്കരൻകുളങ്ങരയൊക്കെ. പറയൂ നിഖിൽ, അവിടെ നിന്നുള്ള പുലിക്കളിയുടെ വിശേഷങ്ങൾ. എസ്കേൻ, ഗുഡ് മോർണിംഗ്. മനോഹരമായ സ്ഥലം. എസ്കേൻ്റെ ക്യാമ്പസിലൊക്കെ ഞങ്ങൾ പോയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ശങ്കരൻകുളങ്ങര ദേശത്തിൻ്റെ അവരുടെ പുലിമടയിലേക്ക് ഞാൻ എത്തിയിട്ടുള്ളത്. അവരിങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇന്ദുചൂടൻ വരുന്നു എന്നൊക്കെ പറയുന്ന പോലെ ഈ ദേശക്കാർ ഒന്നടങ്കം ഒരു ഇടവേളയ്ക്ക് ശേഷം വരികയാണ്. എസ്കേൻ, ഇന്ന് വൈകിട്ട് സ്വരാജ് നഗരനെ വിറപ്പിക്കാൻ വേണ്ടി അവരിറങ്ങുകയാണ്. ഈ മെയ്യെഴുത്തിൻ്റെ ആദ്യ നടപടി എന്ന് പറയുന്നത് ഈ ക്ഷൗര്യമാണ്. അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കളയുന്ന നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുക, വടിച്ചു കളയുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. അതാണ് ആദ്യഘട്ടം. അത് കഴിഞ്ഞാൽ പിന്നെ മെയ്യെഴുത്ത് തുടങ്ങുകയായി. പിന്നെ മണിക്കൂറുകളാണ്, ഏതാണ്ട് 1 മണിക്കൂറിലധികം സമയമെടുക്കും ഒരു പുലിയെ തന്നെ തയ്യാറാക്കാൻ. ഇത്തവണ ഒരുപാട് പ്രത്യേകതകൾ തങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ഈ ദേശക്കാർ പറയുന്നത്. അവരതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ തകൃതിയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അവരുടെ ചമയമാണ്, മനോഹരമായൊരു ചമയം. ഇത് ഒരു വരവാണ്. അതായത് തങ്ങൾ ഇതൊക്കെയാണ്, ഇത്തരത്തിലുള്ള സർപ്രൈസുകളൊക്കെയാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളൊരു പ്രഖ്യാപനം കൂടിയാണ് സത്യത്തിൽ ഈ ചമയം. ഇവരുടെ ഇത്തവണത്തെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇവർക്ക് കുട്ടിപ്പുലികളടക്കം, നമ്മളോട് പൂർണ്ണമായൊന്നും അവർ പങ്കുവച്ചിട്ടില്ല, എന്നാൽ പോലും പുലികളടക്കം ഒരുപാട് പ്രത്യേകതകളുണ്ട്. 4 വയസ്സുള്ളൊരു കുട്ടിപ്പുലി അടക്കം ഇവരുടെ സംഘത്തിലുണ്ട് എന്നാണ് പറയുന്നത്. മെയ്യെഴുത്ത് ആരംഭിച്ചു കഴിഞ്ഞു. ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. പുലികളൊക്കെ തന്നെ ഇന്ന് വൈകിട്ടോടുകൂടി സ്വരാജ് നഗറിനെ വിറപ്പിക്കാൻ ഇങ്ങനെ അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും. അവരുടെ സംഘങ്ങളെല്ലാം തന്നെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഏതാണ്ട് പൂർത്തിയായിട്ടുള്ളത് ഈ പുലിയാണ്. അദ്ദേഹത്തിന്റെ മെയ്യെഴുത്ത് ഏതാണ്ട് ഇങ്ങനെ പൂർത്തിയാകാറായിരിക്കുന്നു. എന്താ പുലിയുടെ പേരെന്താ? ശേഖർ. എല്ലാ വർഷവും കെട്ടാറുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ്. ആദ്യമായിട്ട് പുലിയാവുന്ന ഒരു ശേഖരൻ ചേട്ടൻ. ബാക്കി ഇതെല്ലാവരും ഇങ്ങനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ നമസ്കാരം. എന്താ പേര്? എൻ്റെ ഒരു പ്രതീക്ഷ. പ്രതീക്ഷ ചേട്ടനെ വിളിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. പ്രധാനപ്പെട്ട ആളാണ് പ്രതീക്ഷ ചേട്ടൻ. എങ്ങനെയുണ്ട്? നിങ്ങൾ 11 വർഷത്തിന് ശേഷം ഇറങ്ങുകയാണ്. 14 വർഷം. 14 വർഷമായി. പത്തവണങ്ങൾ പൊളിക്കും. ഒരിക്കണം. ഓരോ പുലികളായിട്ട് തയ്യാറെടുത്തോണ്ടിരിക്കുക. എവിടെ നമ്മളെ കുട്ടിപ്പുലികൾ? അതാ ഒരു കുട്ടിപ്പുലി. എന്താ എന്റെ പേര്? ആദിത്യ. പഠിച്ചോ എങ്ങനെയൊക്കെയാണ് ഇങ്ങനെ ഇത് ചൂട് വെക്കേണ്ടതെന്നൊക്കെ? പഠിപ്പിച്ചു തരും. നീ സെറ്റ് അല്ലേ? ഓക്കെ, ഇതെല്ലാവരും ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്കാൻ കുട്ടിപ്പുലികളൊക്കെ ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എത്തും. ഒരുപാട് സർപ്രൈസ്. അത് മാത്രമല്ല, പിന്നെയും കുറെ സർപ്രൈസ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. എന്തായാലും അവരുടെ സംഘാംഗങ്ങൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം 14 വർഷങ്ങൾക്ക് ശേഷം വരികയാണ്. അപ്പൊ അതൊരു 1.5 വരവാകണം അല്ലേ? അങ്ങനെയല്ലേ? കുറെ വർഷത്തിന് ശേഷം വരുമ്പോൾ 1.5 വരവ്. ഇതിന് വ്യത്യാസം ഉണ്ടോ? കരിമ്പുലിയാണോ? അല്ല. ഓക്കെ. അപ്പൊ ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ തകൃതിയായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ ചേട്ടനൊക്കെ നമുക്ക് കൃത്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. എത്ര മണിയോട് കൂടിയിട്ട് ഏതാണ്ട് ഒരു പുലികളൊക്കെ റെഡിയാവും? ഞങ്ങൾ എന്തായാലും ഒരു 50 പുലി എന്തായാലും 3 മണിക്ക് ഇറങ്ങും അവിടെ നിന്ന്. 51 പുലിയാണ് ആകെ പറ്റുക. 50 പുലി നിങ്ങൾ സെറ്റാണ്? ഇല്ല, 50 പുലി സെറ്റാണ്. സെറ്റാണ്. ഓക്കെ. ഈ കുട്ടിപ്പുലി കൂടാതെ വേറെ എന്തെങ്കിലും വെറൈറ്റി നമുക്ക് പറയാൻ പറ്റണോ? അത് പറയാൻ പറ്റില്ല ഇപ്പൊ. കാണുമ്പോഴാണ്. അപ്പൊ ചാനൽ കണ്ട് മറ്റുള്ളവർ കോപ്പി അടിച്ചാൽ അത് പണിയാവും. ഓക്കെ. അപ്പൊ എന്തായാലും എത്ര മണിക്ക് ഇറങ്ങും നമ്മള്? 3 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങും. ഓക്കെ. അപ്പൊ ഈ ദേശം ഇങ്ങനെ സെറ്റായിരിക്കുകയാണ്. സ്കാൻ തയ്യാറാണ്. അവര് ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുന്നു. മെയ്യെഴുത്ത് പുരോഗമിക്കുന്നു. ബാക്കിയുള്ളവർ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ മണിക്കൂറുകൾ ഇങ്ങനെ ഒരൊറ്റ നിൽപ്പായിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആദ്യം തന്നെ ഈ തുടക്കത്തിൽ തന്നെ എല്ലാവരും കൂടെ ഒരുങ്ങുന്നില്ല, കുറച്ചായിട്ടാണ് ആളുകൾ ഒരുങ്ങുന്നത്. അപ്പൊ അങ്ങനെ അവർ തയ്യാറായിരിക്കുകയാണ്. ഇനി അല്പസമയം കൂടി കഴിയുമ്പോൾ കൂടുതൽ ആളുകൾ മെയ്യെഴുത്ത് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് അക്ഷരാർത്ഥത്തിൽ ഒരു പുലിമടയായി, ഗർജനത്തോടു കൂടിയുള്ള ഒരു പുലിമടയായി തന്നെ ഇവിടെ നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും. എസ് കെ.
ഓക്കെ, നീൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. ബിജു പതഞ്ജലി പറയുന്നു, നിങ്ങളുടെ ആ വാർത്ത, വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട എസ്റ്റിമേറ്റ് വാർത്ത നിങ്ങൾ എക്സ്ക്ലൂസീവായിട്ടാണ് റിപ്പോർട്ടർ കൊടുത്തത്. ഒരിക്കലുമല്ല. കാര്യം ഇത് മീഡിയ വണ്ണാണ് ഈ വാർത്ത ആദ്യമായി കരിയത്. അത് കഴിഞ്ഞ് ഏഷ്യാനെറ്റ് ന്യൂസ്, അത് കഴിഞ്ഞ് മനോരമ ന്യൂസ്, ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്നത്. അതുകൊണ്ട് തന്നെ അതൊരു എക്സ്ക്ലൂസീവ് വാർത്തയായിരുന്നില്ല. പിന്നെയും എന്നെക്കൊണ്ട് വെറുതെ പറയിപ്പിക്കുക. എന്ത് ചെയ്യുക? എൻ്റെ റാന്നിക്കാരാ, ഒന്ന് അടങ്ങ് കേട്ടോ.